ജ്വലിച്ചു നിന്ന ആട്ടവിളക്കിന് മുന്നിൽ പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന വേഷപ്പകർച്ചയിലൂടെ ആസ്വാദക മനം കവർന്ന കലാമണ്ഡലം ഗോപി ആശാൻ അരങ്ങൊഴിയുന്നു. ശാരീരിക ബുദ്ധിമുട്ടുകളെ തുടർന്നാണ് ഗോപി ആശാൻ കഥകളി അവസാനിപ്പിക്കുന്നത്. ആട്ടവിളക്കിനു മുന്നിൽ കളിയാടി കഥ പറഞ്ഞ കാലം, കഥാപാത്രത്തിൽ നിന്ന് കഥാപാത്രങ്ങളിലേക്കുള്ള പരകായ പ്രവേശം, മെയ്യും മനസ്സും അരങ്ങിലർപ്പിച്ച കലാമണ്ഡലം ഗോപി ആശാനെ ഇന്നോളം നെഞ്ചേറ്റിയിട്ടേയുള്ളൂ സദസ്സ്. സൗമ്യ കഥാപാത്രങ്ങൾ സമ്മാനിച്ച പച്ചവേഷങ്ങൾ എല്ലാം ബാക്കിയാക്കുകയാണ് കലാമണ്ഡലം ഗോപി ആശാൻ. ഇതിൻ്റെ ശാരീരിക പ്രശ്നമാണ്. അതായത് ശരീരത്തിൻ്റെ ആകപ്പാടുള്ള ഒരു വിഷമതകളുമുണ്ട്. അതിനേക്കാൾ ഉപരി നല്ല സഹൃദയരായിട്ടുള്ള ആസ്വാദകർ ധാരാളമുണ്ട്. അവർക്ക് സന്തോഷം കൊടുത്തും കൊണ്ട് ഇതുവരെ രംഗത്ത് ഞാൻ നന്നായിട്ട് പ്രവർത്തിച്ചുള്ളതാണ്. അപ്പോൾ ഇനി അങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്ന് തോന്നിയപ്പോൾ ഇനി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് നല്ലതെന്ന് തോന്നി. കളിയരങ്ങിനോട് വിട പറയുന്നതിൻ്റെ സങ്കടം മറച്ചുവെക്കുന്നില്ല ഗോപി ആശാൻ. കോട്ടയ്ക്ക് നിന്ന് ക്ഷണം കിട്ടി, പക്ഷേ വയ്യാന്ന് പറഞ്ഞു. 87 വയസ്സ് വരെ പ്രവർത്തിച്ചു, രംഗത്ത് പ്രവർത്തിച്ചു. അപ്പോൾ ആ രംഗത്ത് പ്രവർത്തിച്ചത് ഇനി സാധിക്കില്ലല്ലോ എന്നൊരു മനപ്രയാസം നല്ലോണമുണ്ട്. കുറച്ചൊന്നുമല്ല, ധാരാളമുണ്ട്. ആടിത്തീർത്ത വേഷങ്ങളെല്ലാം ഓർത്തെടുക്കുമ്പോൾ പ്രിയമേതെന്ന് ചോദിച്ചാൽ പ്രിയമല്ലാത്തതൊന്നുമില്ലെന്ന് കുസൃതി നിറഞ്ഞ മറുപടി. ഇന്ന കഥാപാത്രം എന്ന് പ്രത്യേകിച്ച് പറയാൻ വയ്യ. ഞാൻ ഇപ്പോൾ പറഞ്ഞ തന്നെയാണ് നളയരഥം, കൃമ്യരവധം, കാലകേയവധം, അതേമാതിരി ഈ രുക്മാംഗതേരഥം, കർണശപഥം, ഇങ്ങനെ ഉണ്ടല്ലോ. ഈ ഇതൊക്കെയും ഇഷ്ടമാണ്. പക്ഷേ നളയരഥമാണ് കൂടുതൽ കൈകാര്യം ചെയ്യാറ് പതിവ് ചെയ്തിട്ടുള്ളത്. അതിൽ പ്രത്യേകിച്ചും നളയരഥം 2-ാം ദിവസവും 4-ാം ദിവസവും. കളിയരങ്ങിനോട് വിട പറയുന്ന അച്ഛൻ്റെ സങ്കടം മാറ്റാൻ യുവകലാകാരന്മാർക്ക് പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുകയാണ് മക്കൾ. എല്ലാ വർഷവും ഗോപി ആശാൻ്റെ പിറന്നാൾ ദിനത്തിൽ സമ്മാനിക്കാനാണ് തീരുമാനം. ഈ അവശനായിട്ട് വീട്ടിലിരിക്കുക കാരണം കൊണ്ട് എൻ്റെ മക്കളായിട്ടുള്ള 2 ആളുണ്ട്, ജയരാജൻ, രഘുരാജൻ, 2 പേര്. അവർ 2 പേരും കൂട്ടി ഒരു കാര്യം തീരുമാനിച്ചു. അച്ഛൻ്റെ, അതായത് എൻ്റെ പിറന്നാൾ ദിവസം യുവകലാകാരന്മാർക്ക്, അതായത് 30-നും 50-നും ഇടയ്ക്കുള്ള വേഷക്കാർക്ക് ഒരു പുരസ്കാരം. അത് ഈ ജൂൺ 6-ാം തീയതിയാണ് എൻ്റെ പിറന്നാൾ. ആ ജൂൺ 6-ാം തീയതി അവാർഡ് കൊടുക്കും. ഗോപി ആശാൻ എന്ന അതുല്യ പ്രതിഭയുടെ നളനും ഭീമനും കൃഷ്ണനുമെല്ലാം ഹൃദയത്തിൽ അണയാത്ത ആട്ടവിളക്ക് പോലെ ജ്വലിച്ചുകൊണ്ടേയിരിക്കും. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് ജി, 24. നാളും കഥകളിയുമായി സജീവമായിരുന്ന ഒരാൾ പെട്ടെന്ന് മാറി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു വിഷമം. ആശാൻ ഇങ്ങനെ നമ്മൾ ഇത് വേഷം കെട്ടുന്നതിന് മുൻപ് ആശാനെ അവിടെ കാണും. ആശാൻ ഇങ്ങനെ അവിടെ ഇങ്ങനെ വെറുതെ നടക്കണം, ഒരു ചെറിയ മനുഷ്യൻ ഇങ്ങനെ നളനായി ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നല്ല സുന്ദരനും സുമുഖനുമായിട്ടുള്ള നളൻ ഇങ്ങനെ അത് അരങ്ങ് നിറഞ്ഞാടും. അത് 3 ഭാഗമാണെങ്കിലും അദ്ദേഹം വരുമ്പോൾ ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിനും അങ്ങനെ തന്നെയാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ളതുപോലെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട വേഷം എന്ന് പറഞ്ഞാൽ നളനാണെന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ അത് കേട്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. വേഷം എനിക്കെന്തെന്ന് വിധിപ്പത് വിഭോ ഭവച്ചിത്തം, വിശ്വപ്രിയമായി നടനം ചെയ്വത് വിധേയനൻ കൃത്യമെന്ന്. അതുപോലെ വിശ്വപ്രിയമായാണ് അദ്ദേഹം നടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യവും നേരട്ടെ. കാരണം ഒരുപാട് കാലം അദ്ദേഹം ഇങ്ങനെ കഥകളിയെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കാനും അതിനെക്കുറിച്ച് പറഞ്ഞു തരാനും ആ അനുഭവങ്ങളൊക്കെ വിവരിക്കാനുമായി ഇനിയും ഒരുപാട് കാലം അദ്ദേഹം ഇരിക്കട്ടെ, ആയുസ്സും ആരോഗ്യത്തോടെ.